കടൽക്കാറ്റിൽ ഉപ്പിന്റെ രൂക്ഷഗന്ധം അലിഞ്ഞുചേർന്നിരുന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമയസൂര്യൻ ആകാശത്തെ ഒരു മുറിപ്പാടുപോലെ കടും ചുവപ്പ് ചായത്തിൽ മുക്കിയിരുന്നു. നഫ്സ എന്നത്തെയും പോലെ ആ കാഴ്ചയും നോക്കി നനഞ്ഞ മണൽത്തരികളിൽ നിന്നു. അവളുടെ പാദങ്ങളെ നക്കിത്തുടച്ചുകൊണ്ട് തിരമാലകൾ വന്നു തൊട്ടുമടങ്ങി. ഓരോ തിരയും വന്നു മടങ്ങുമ്പോൾ അവളുടെ മനസ്സിലെ ആധിയുടെ ആഴം കൂടുന്നതുപോലെ തോന്നി. കടലിന്നുപോലും ഒരു കരച്ചിലിന്റെ സ്വരമുള്ളതായി അവൾക്ക് തോന്നി. മോളെ, നഫ്സ. കുടിലിന്റെ ഓലവാതിൽ പാതി തുറന്ന് ഉമ്മ ആമിനയുടെ ക്ഷീണിച്ച സ്വരം. ആ വിളിയിൽ ഒരു ദിവസത്തെ മുഴുവൻ ഭാരവും തളർച്ചയുമുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞുനോക്കി. കാറ്റടിച്ചാൽ നിലംപൊത്തുമെന്ന് തോന്നിക്കുന്ന ഓലമേഞ്ഞ ആ ചെറിയ കൂര. അത് അവരുടെ വീടായിരുന്നു. സങ്കടങ്ങളും സന്തോഷങ്ങളും അടക്കിവെച്ചൊരു കൂട്. അതിനകത്ത് ഇരുട്ടിന്റെ ഒരു കോണിൽ ഒരു നിഴൽ പോലെ അവളുടെ ഉപ്പ കരീം ചുമച്ചു തളർന്നിരിക്കുന്നു. ആ ചുമയുടെ ശബ്ദം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഓരോ ദിവസവും അത് കൂടുകയല്ലാതെ കുറയുന്നില്ല. ഉപ്പയുടെ ഓരോ ചുമയിലും തങ്ങളുടെ ജീവിതമാണ് മുറിഞ്ഞുപോകുന്നതെന്ന് അവൾക്ക് തോന്നി. കടന്നലന്തിയോളം അടുത്തുള്ള തറവാടുകളിൽ വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു ആ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞിരുന്നത്. നഫ്സയുടെ അനിയത്തി സഫിയ ലോകത്തോട് മുഴുവൻ പിണങ്ങിയതുപോലെ എപ്പോഴും മൗനത്തിലാണ്. 14 വയസ്സിന്റെ കളിചിരികൾ ദാരിദ്ര്യം എന്നേക്കുമായി അവളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരുന്നു. അവൾ ചിലപ്പോൾ കടലിലേക്ക് നോക്കി മണിക്കൂറുകളോളം ഇരിക്കും, ഒന്നും മിണ്ടാതെ. ഉപ്പാക്ക് മരുന്നു വാങ്ങാൻ നാളെ എന്തു ചെയ്യുമുമ്മ? നഫ്സ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. അവളുടെ സ്വരം നേർത്തിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ആമിനയുടെ കണ്ണുകളിൽ ഇരുട്ട് നിറയുന്നത് അവൾ കണ്ടു. അല്ലാഹു ഒരു വഴി കാണിച്ചു തരും മോളെ, അവർ പറഞ്ഞു നിർത്തി. പക്ഷേ ആ സ്വരത്തിൽ പ്രതീക്ഷയുടെ നേരിയ വെട്ടം പോലും ഉണ്ടായിരുന്നില്ല. അത് പഴകിപ്പറഞ്ഞ ഒരു സമാധാനം മാത്രമായിരുന്നു. നഫ്സ വീണ്ടും പുറത്തേക്ക് നോക്കി. കടൽ ശാന്തമായിരുന്നു. പക്ഷെ അവരുടെ മനസ്സ് 1000 തിരമാലകൾ ഒരുമിച്ചലർന്നതുപോലെ പ്രക്ഷുബ്ധമായിരുന്നു. ഒരത്ഭുതം സംഭവിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്തു വില കൊടുത്തും ഉപ്പയെ രക്ഷിക്കണം. ഈ പട്ടിണിയിൽ നിന്ന്, ഈ ഉപ്പുരസമുള്ള കണ്ണുനീരിൽ നിന്ന് തന്റെ കുടുംബത്തെ കരകയറ്റണം. അതിന് തന്റെ ജീവിതം തന്നെ പണയം വെക്കേണ്ടി വന്നാലും. തീരദേശ ഗ്രാമത്തിൽ നിന്ന് ഏറെ ദൂരെ പ്രതാപത്തിന്റെ കുന്നിൻ മുകളിൽ ആ വലിയ തറവാട് നിന്നു. ഷാഹിദ് മനസ്സിൽ. ഗ്രാമക്കാർക്കതൊരു അത്ഭുതമായിരുന്നു. ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന പ്രതാപത്തിന്റെ ഗോപുരം. പുറം കാഴ്ചയിൽ ഐശ്വര്യം തുളുമ്പുന്നുണ്ടെങ്കിലും അതിന്റെ കനത്ത കൊത്തുപണികളുള്ള വാതിലുകൾക്ക് പിന്നിൽ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയായിരുന്നു. തറവാട്ടിലെ ഏറ്റവും വലിയ മുറി മുകൾ നിലയിൽ എപ്പോഴും അടഞ്ഞുകിടക്കും. ഷാഹിദിന്റെ മുറി. റസിയ, ഷാഹിദിന്റെ ഉമ്മ, ആ അടഞ്ഞ വാതിലിനു മുന്നിൽ പലതവണ വന്നു നിന്നു. മകന്റെ അവസ്ഥയിൽ അവരുടെ ഹൃദയം നീറി പുകയുകയായിരുന്നു. ഓരോ നിമിഷവും അവർ സ്വയം കുറ്റപ്പെടുത്തി. ഷാഹിദ്, മോനെ, വാതില് തുറക്ക്, ഉമ്മയുടെ മോനല്ലേ? അവരുടെ സ്വരം ഇടറി. അകത്തനക്കമില്ല, ഒരു മറുപടി പോലുമില്ല. റസിയ മെല്ലെ വാതിൽ തള്ളി തുറന്നു. വിജാഗിരിയുടെ നേർത്ത കരച്ചിലൊഴിച്ചാൽ മുറി നിശബ്ദം. പാതി ഇരുട്ടായിരുന്നു. കനത്ത കർട്ടനുകൾക്കിടയിലൂടെ അരിച്ചുവരുന്ന വെളിച്ചം മാത്രം. ആ കർട്ടനുകൾ മാറ്റിയിട്ട് മാസങ്ങളായി കാണും. മുറിയിലാകെ കനത്ത നിശബ്ദതയും പൊടിപടലങ്ങളുടെ നേർത്ത ഗന്ധവും. മുറിയുടെ ഐശ്വര്യങ്ങളിലൊന്നും തൊടാതെ, വില കൂടിയ കട്ടിലിലോ ചാരുകസേരയിലോ ഇരിക്കാതെ ഷാഹിദ് ജനലിലൂടെ ശൂന്യതയിലേക്ക് നോക്കി നിലത്തിയിരിക്കുകയായിരുന്നു. 30നോടടുത്ത് പ്രായം, ആരും കൊതിക്കുന്ന സൗന്ദര്യം, സമ്പത്ത്. പക്ഷെ ആ കണ്ണുകളിൽ ജീവനുണ്ടായിരുന്നില്ല. ധാടിരോമങ്ങൾ വളർന്ന മുഖത്തിന്റെ പ്രസന്നത മറച്ചിരുന്നു. അവന്റെ മേശപ്പുറത്തൊരു പഴയ ഡയറിയുണ്ട്. അതിനുള്ളിൽ എന്നോ വാടിക്കരിഞ്ഞ ഒരു റോസാപ്പൂവും ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മങ്ങിയ ഫോട്ടോയും. സെറ. അവൻ ആരോടുന്നില്ലാതെ പിറുപിറുത്തു. ആ പേരൊരു മന്ത്രം പോലെ, അല്ലെങ്കിൽ ഒരു ശാപം പോലെ അവൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞുപോയ കാലത്തിന്റെ തടവറയിലായിരുന്നു അവൻ. റസിയയുടെ കണ്ണുകൾ നിറഞ്ഞു. തങ്ങളുടെ പ്രതാപത്തിനും സമ്പത്തിനും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വേദനയുടെ തടവറയിലാണ് തങ്ങളുടെ ഒറ്റ മകനെന്ന് അവർക്കറിയാമായിരുന്നു. എന്റെ മോനെ എനിക്ക് തിരികെ വേണം, അവരാരോടെന്നില്ലാതെ പ്രാർത്ഥിച്ചു. അതിന് ഞാൻ എന്തു വില കൊടുക്കും? അന്ന് നഫ്സയുടെ കുടിലിൽ അപ്രതീക്ഷിതനായൊരു അതിഥി വന്നു. ബ്രോക്കർ ഹമീദ്. നാട്ടിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും അയാളുടെ കൈ കാണും. ആളുകളുടെ ദാരിദ്ര്യവും ആവശ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി പണമാക്കാൻ കഴിവുള്ള കച്ചവട കണ്ണുള്ള ഒരാൾ. കരീം ഭായ്, ഒരു സന്തോഷവാർത്തയുണ്ട്. ഹമീദ് വരാന്തയിലെ പൊട്ടിയ കസേരയിൽ ഇരിപ്പുറച്ചു. അയാളുടെ വെളുത്ത പല്ലുകൾ ഇളിച്ചുകാട്ടി. കരീം ചുമക്കിടയിൽ സംശയത്തോടെ അയാളെ നോക്കി. തങ്ങളെപ്പോലുള്ളവർക്ക് എന്ത് സന്തോഷവാർത്ത? ആമിന ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു. നമ്മുടെ നഫ്സാമോൾക്ക് ഒരാലോചന.
വെറും സാധാരണ സ്ഥലത്തു നിന്നല്ല, നാട്ടിലെ ഏറ്റവും വലിയ തറവാട്ടിൽ നിന്ന്, ഷാഹിദ് മൻസിലിൽ നിന്ന്. ആമിനയുടെ കയ്യിൽ നിന്ന് ആ സ്റ്റീൽ ഗ്ലാസ് താഴെ വീഴേണ്ടതായിരുന്നു. അവർ അവിശ്വസനീയതയോടെ അയാളെ നോക്കി. ഷാഹിദ് മൻസിലിൽ നിന്നോ? അവിടുത്തെ ഒറ്റ മോനല്ലേ? തമാശ പറയല്ലേ ആമിദേ? നമ്മളെപ്പോലുള്ളവരെ? അതൊക്കെ അല്ലാഹു നിശ്ചയിക്കുന്നതല്ലേ ആമിന താത്ത. ഹമീദ് തന്ത്രപരമായി ചിരിച്ചു. അവർക്ക് പണമോ പണ്ടോ ഒന്നും വേണ്ട, നല്ലൊരു പെൺകുട്ടിയെ വേണം. ഞാൻ നമ്മുടെ മോളെപ്പറ്റി പറഞ്ഞു. മോളുടെ ഫോട്ടോ ഞാൻ റസിയ ഉമ്മാനെ കാണിച്ചിരുന്നു. അവർക്ക് മോളെ ബോധിച്ചു. കരീമിന്റെയും ആമിനയുടെയും കണ്ണുകൾ പ്രതീക്ഷ കൊണ്ട് തിളങ്ങി. ഒരു നിമിഷം കൊണ്ട് അവരുടെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞില്ലതാകുന്നതുപോലെ തോന്നി. ഉപ്പയുടെ ചികിത്സ, സഫിയുടെ ഭാവി എല്ലാം ഒരു നിമിഷം കൊണ്ട് ശരിയാകാൻ പോകുന്നു. അവരാ പയ്യനെന്താണ് ജോലിയെന്നോ സ്വഭാവമെന്താണെന്നോ ചോദിച്ചില്ല. ചോദിക്കാൻ ഭയപ്പെട്ടു. ഈ ഭാഗ്യം കൈവിട്ടുപോകരുതെന്ന് മാത്രം അവർ ആഗ്രഹിച്ചു. ദാരിദ്ര്യം അവരുടെ ചോദ്യം ചെയ്യാനുള്ള കഴിവിനെ ഇല്ലാതാക്കിയിരുന്നു. ഇത് നടക്കുവോ ഹമീദേ? കരീം നേരിയ സ്വരത്തിൽ ചോദിച്ചു. ചുമയുടെ ശക്തി കുറഞ്ഞതുപോലെ തോന്നി. നടക്കും. എന്തിനാ നടക്കുന്നില്ലേന്ന് ചോദിക്കുന്നേ? അടുത്ത ആഴ്ച തന്നെ പെണ്ണ് കാണാൻ വരും. ഒരുങ്ങിക്കോളിൻ. ഹമീദ് എഴുന്നേറ്റു. അഡ്വാൻസായി കിട്ടാൻ പോകുന്ന തുക മനസ്സിൽ കണക്കുകൂട്ടി അയാളുടെ കണ്ണുകളിൽ ഒരു കച്ചവടക്കാരന്റെ തിളക്കമുണ്ടായിരുന്നു. ഷാഹിദിന്റെ ലോകം എപ്പോഴും ഇരുണ്ടതായിരുന്നില്ല. അവന്റെ ഓർമ്മകളിൽ നിറമുള്ള, ചിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. കോളേജ് മുറ്റം, ലൈബ്രറി വരാന്ത. അവിടെ ചിരിച്ചുകൊണ്ട് കാറ്റിൽ മുടിയിളക്കി നിൽക്കുന്ന സെറ. അവന്റെ ജൂനിയറായിരുന്നു. സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി. പക്ഷേ അവളുടെ ചിരിക്കും സംസാരത്തിനുമപ്പുറം മറ്റൊരു ലോകം ഷാഹിദിനുണ്ടായിരുന്നില്ല. ഷാഹിദ് എന്ന സമ്പന്നനായ ചെറുപ്പക്കാരൻ ആദ്യമായി ജീവിതത്തെ സ്നേഹിച്ചത് അവളിലൂടെയാണ്. ഷാഹിദ്, നിങ്ങളുടെ വീട്ടിൽ സമ്മതിക്കില്ല. നമ്മൾ തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്, അവൾ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. മനുഷ്യന്മാർ തമ്മിൽ അങ്ങനൊരു വ്യത്യാസമില്ല സാറാ. ഞാൻ സമ്മതിപ്പിക്കും. നിന്നെ എനിക്ക് കിട്ടും, അതുമാത്രം അറിയാം, അവൻ ആത്മവിശ്വാസത്തോടെ പറയും. പക്ഷേ അവന്റെ വീട്ടുകാർ, പ്രത്യേകിച്ച് പ്രതാപം മാത്രം നോക്കുന്ന ഉപ്പ, ആ ബന്ധത്തെ നഖശിഖാന്തം എതിർത്തു. തറവാടിന്റെ പ്രതാപത്തിന് ചേർന്നതല്ല ആ ബന്ധമെന്ന് അവർ വാദിച്ചു. ഷാഹിദ് വഴങ്ങിയില്ല. ഒടുവിൽ വീട്ടുകാർ സെറയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. പണം വാഗ്ദാനം ചെയ്തു. അവരുടെ അനിയന്റെ ജോലിക്കാര്യം വരെ അവർ തടസ്സപ്പെടുത്തി. ഒരു ദിവസം സെറ അവനെ കാണാൻ വന്നു, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി. എല്ലാം കഴിഞ്ഞു ഷാഹിദ്, എന്നെ മറന്നേക്ക്. എനിക്ക് നിങ്ങളെക്കാൾ വലുതാണ് എന്റെ വീട്ടുകാരുടെ സമാധാനം. അവർ ഇനിയും വേദനിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അവൾ പോയി. ദിവസങ്ങൾക്കകം അവളുടെ നിർബന്ധിത വിവാഹം കഴിഞ്ഞു. അതൊരു ദുരന്തത്തിലേക്കായിരുന്നു. പൊരുത്തപ്പെടാൻ കഴിയാതെ കടുത്ത മാനസിക പീഡനത്തിൽ, ആത്മഹത്യയും കൊലപാതകവും തിരിച്ചറിയാനാവാത്തൊരു സാഹചര്യത്തിൽ അവൾ മരിച്ചുവെന്ന വാർത്തയാണ് ഷാഹിദ് പിന്നീട് കേട്ടത്. ആ വാർത്ത കേട്ട ദിവസം അവൻ ആ മുറിയിൽ കയറി വാതിലടച്ചതാണ്. കുറ്റബോധം അവനെ കാർന്നു തിന്നാൻ തുടങ്ങി. ഞാനാണ് അവളെ കൊന്നത്. എന്റെ സ്നേഹമാണ് അവളെ ഇല്ലാതാക്കിയത്, അവൻ ആവർത്തിച്ചുകൊണ്ടിരുന്നു. കാലം മുന്നോട്ടു പോയെങ്കിലും ഷാഹിദ് ആ ഓർമ്മകളിൽ, ആ കുറ്റബോധത്തിൽ തളയ്ക്കപ്പെട്ടു. ഓലക്കുടിലിന്റെ മുറ്റത്ത് വെളുത്ത വിലകൂടിയ കാറ് വന്നു നിന്നപ്പോൾ ഗ്രാമം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതിൽ നിന്നിറങ്ങിയ റസിയുടെയും ബന്ധുക്കളുടെയും പ്രൗഢി കണ്ട് ആമിനയും കരീമും വിറച്ചുപോയി. അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിൽ തങ്ങൾ എത്ര ചെറുതാണെന്ന് അവർ ഓർത്തു. നഫ്സ ആകെയുണ്ടായിരുന്ന ഒരു പഴയ പട്ടുപാവാടയിട്ട് അവർക്ക് മുന്നിൽ ചായയുമായി വന്നു. അവരുടെ ഹൃദയം പടപടായിടിച്ചു. ഭയം, ആകാംക്ഷ, പ്രതീക്ഷ. ചായക്കപ്പ് അവരുടെ കൈകളിലിരുന്ന് വിറച്ചു. ഷാഹിദും കൂടെയുണ്ടായിരുന്നു. വിലകൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ഭംഗിയായി മുടിചീകി. പക്ഷേ അവന്റെ നോട്ടം ശൂന്യമായിരുന്നു. ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്നിരുത്തിയ ഒരു പാവയെപ്പോലെ അവൻ നഫ്സയെ നോക്കിയതുപോലുമില്ല. അവന്റെ കണ്ണുകൾ ദൂരേക്ക്, കടലിലേക്ക്, അല്ലെങ്കിൽ ഓർമ്മകളിലേക്കായിരുന്നു. റസിയ നഫ്സയെ അടുത്തു വിളിച്ചു. അവളുടെ തലയിൽ കൈവച്ചു. അവരുടെ നോട്ടം തണുത്തതായിരുന്നു, എന്തോ ഒന്ന് ഉറപ്പുവരുത്തുന്നതുപോലെ. മോൾക്ക് സമ്മതമാണോ? അവർ ചോദിച്ചതൊരു ചടങ്ങിനു വേണ്ടിയായിരുന്നു. നഫ്സ ഉപ്പയെയും ഉമ്മയെയും നോക്കി. അവരുടെ കണ്ണുകളിലെ യാചന കണ്ടപ്പോൾ അവൾ മെല്ലെ തലയാട്ടി. തന്റെ സമ്മതമല്ല, തന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പാണ് ഇവിടെ പ്രധാനമെന്ന് അവൾക്കറിയാമായിരുന്നു. ഞങ്ങൾക്ക് തിരക്കുണ്ട്, അടുത്ത വെള്ളിയാഴ്ച തന്നെ നിക്കാഹ് നടത്തണം. റസി ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്നതുപോലെ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഹമീദ് എത്തിക്കും. ഹമീദ് സന്തോഷത്തോടെ തലകുലുക്കി. എല്ലാം എത്ര വേഗമാണ് നടക്കുന്നത്. നഫ്സയുടെ വീട്ടുകാർക്കൊന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല.
വലിയൊരു ഭാഗ്യം പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ആരു വേണ്ടെന്ന് വയ്ക്കും? ഒരു സാധാരണ കല്യാണമണ്ഡപത്തിൽ വെച്ചായിരുന്നു ആ നിക്കാഹ്. ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഉണ്ടായിരുന്നില്ല. ഷാഹിദിന്റെ വീട്ടുകാർക്ക് ഇതെങ്ങനെയെങ്കിലും വേഗം നടത്തി തീർക്കണമെന്ന ധൃതിയായിരുന്നു. നഫ്സയുടെ വീട്ടുകാർക്ക് അത് തന്നെ ധാരാളമായിരുന്നു. നഫ്സ ചുവന്ന സാരിയിൽ സുന്ദരിയായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ ഭയം നിറഞ്ഞിരുന്നു. ഷാഹിദ് ഒരു യന്ത്രം പോലെ ചടങ്ങുകളെല്ലാം ചെയ്തു. അവന്റെ കണ്ണുകൾ അപ്പോഴും ശൂന്യമായിരുന്നു. അവൻ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒപ്പിട്ടു, നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്നു. കരീമും ആമിനയും സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. തങ്ങളുടെ മകൾ ആ നാട്ടിലെ ഏറ്റവും വലിയ വീട്ടിലേക്കാണ് പോകുന്നത്. അവരുടെ എല്ലാ ദുഃഖങ്ങളും തീരാൻ പോകുന്നു. അവർ ആ പയ്യന്റെ നിർവികാരത ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതായി നടിച്ചു. നിക്കാഹി കഴിഞ്ഞു. ഷാഹിദ് കാറിലേക്ക് കയറി. നഫ്സ ഉപ്പയെയും ഉമ്മയെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതൊരു വേർപാടിന്റെ മാത്രം കരച്ചിലായിരുന്നില്ല. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന ഭയത്തിന്റെ കരച്ചിൽ കൂടിയായിരുന്നു. പോയി വാ മോളെ, നിന്റെ നല്ല കാലം തുടങ്ങാ, കരീം അവളുടെ നെറുകയിൽ ഉണ്ണവെച്ചു പറഞ്ഞു. ആ കാർ ഷാഹിബ് മൻസിലിലേക്ക് നീങ്ങുമ്പോൾ തന്റെ ജീവിതം മാറിമറിയാൻ പോകുകയാണെന്ന് നഫ്സയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് താൻ പ്രതീക്ഷിച്ച പോലല്ല എന്ന് മാത്രം അവൾ അറിഞ്ഞില്ല. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ വലിയ മുറിയിൽ നഫ്സ ഭയത്തോടെ കാത്തിരുന്നു. മുല്ലപ്പൂവിന്റെയും മുന്തിയ പെർഫ്യൂമിന്റെയും മണം മുറിയിൽ നിറഞ്ഞിരുന്നു. പക്ഷേ അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. തന്റെ ഭർത്താവ്, തന്റെ രക്ഷകൻ ഇതാ ഇപ്പോൾ വരും. അവൾ സ്വപ്നം കാണാൻ ശ്രമിച്ചു. ഉപ്പയുടെ അസുഖം മാറുന്നത്, അനിയത്തിയുടെ കല്യാണം. വാതിൽ തുറന്ന് ഷാഹിദ് അകത്തേക്ക് വന്നു. അവൻ അവളെ നോക്കിയില്ല. മുറിയിലെ അലങ്കാരങ്ങൾ അവനെ അസ്വസ്ഥനാക്കി. അവൻ ജനലിനടുത്തേക്ക് നടന്നു. നഫ്സ മെല്ലെ എഴുന്നേറ്റു. ഇക്ക. അവളുടെ ശബ്ദം നേർത്തുപോയി. അവൻ ഞെട്ടിത്തിരിഞ്ഞു. അവളെ അന്ന് ആദ്യമായി ശ്രദ്ധിച്ചു നോക്കി. അവന്റെ കണ്ണുകളിൽ പരിചയമില്ലാത്തൊരാളെ കണ്ട ഭാവമായിരുന്നില്ല, മറിച്ച് എന്തോ ഒന്ന് പ്രതീക്ഷിച്ച പോലെയുടെ നോട്ടമായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവന്റെ കണ്ണുകളിൽ ഭ്രാന്തിന്റെ ഒരു തിളക്കം നഫ്സ കണ്ടു. സെറ. ആ വിളി ഒരു ഇടിമുഴക്കം പോലെയാണ് നഫ്സ കേട്ടത്. അവൾ ഞെട്ടിപ്പോയി. ഇക്ക, ഞാൻ നഫ്സ. സെറ, നീ എന്തിനാ എന്നെ വിട്ടുപോയത്? അവൻ അവളുടെ കൈകളിൽ പിടിച്ചു. ആ പിടി മുറുകി. നീ തിരിച്ചു വന്നു. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. എന്നോട് ക്ഷമിക്കൂ സെറ. അവനൊരു ഭ്രാന്തനെപ്പോലെ പുലമ്പാൻ തുടങ്ങി. നഫ്സ ഭയത്തോടെ വിറച്ചുപോയി. ഇത് താൻ പ്രതീക്ഷിച്ചയാളല്ല. ഇവനൊരു രോഗിയാണ്. തന്നെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അവൾ കൈതട്ടി മാറ്റി മുറിയുടെ ഒരു കോണിലേക്ക് ഓടി. ഷാഹിദ് അതൊന്നും ശ്രദ്ധിക്കാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി വീണ്ടും ആ പേര് വിളിച്ചുകൊണ്ടിരുന്നു. ആ രാത്രി അവൾ ആ മുറിയുടെ കോണിൽ ഭയത്തോടെ മരവിച്ചിരുന്നു. ആദ്യ ദിവസങ്ങൾ നരകതുല്യമായിരുന്നു. നഫ്സ ആ വലിയ തറവാട്ടിൽ ഒരു തടവുകാരി പോലെയായി. ഭർത്താവ് സ്വന്തം മുറിയിൽ അവളെ തിരിച്ചറിയാതെ ഭൂതകാലത്തിൽ ജീവിക്കുന്നു. അവൾ പുറത്തിറങ്ങുമ്പോൾ വീട്ടിലെ ജോലിക്കാർ അവളെ സഹതാപത്തോടെ നോക്കി. ചിലർക്കിടയിൽ കുശുകുശുപ്പുകളുണ്ടായി. പാവം കുട്ടി എന്ന് ചിലർ, പണത്തിനുവേണ്ടി എന്തും ചെയ്യും എന്ന് മറ്റു ചിലർ. റസിയ അവളെ കാണുമ്പോൾ ഒഴിഞ്ഞുമാറി. അവർക്കും കുറ്റബോധമുണ്ടായിരുന്നു. പക്ഷെ അത് സമ്മതിക്കാൻ അവരുടെ പ്രതാപം അനുവദിച്ചില്ല. മോളെ, അവന് കുറച്ച് സുഖമില്ല. ഡോക്ടറെ കാണിക്കുന്നുണ്ട്, റസിയ ഒരിക്കൽ പറഞ്ഞു നിർത്തി. എന്ത് സുഖമില്ലായ്മ? നഫ്സയുടെ സ്വരം കടുത്തു. ഇതാണോ നിങ്ങൾ കല്യാണത്തിന് മുൻപ് പറയേണ്ടിയിരുന്നത്? റസിയ മറുപടി പറയാതെ പോയി. പകൽ സമയങ്ങളിൽ ഷാഹിദിന്റെ മുറി പുറത്തുനിന്ന് പൂട്ടും. ചിലപ്പോൾ അതിനകത്തുനിന്ന് സാധനങ്ങൾ വലിച്ചെറിയുന്ന ശബ്ദം കേൾക്കാം. അവന്റെ അലർച്ച കേൾക്കാം. സെറ, എന്നെ ചതിക്കരുത്. നഫ്സയ്ക്കെല്ലാം മനസ്സിലാവുകയായിരുന്നു. പണവും പ്രതാപവും കാണിച്ച് അസുഖമുള്ള ഒരാളെ തന്റെ തലയിൽ കെട്ടിവെച്ചതാണ്. തന്റെ വീട്ടിലെ ദാരിദ്ര്യത്തെ അവർ മുതലെടുക്കുകയായിരുന്നു. അന്ന് രാത്രി ഷാഹിദിന്റെ മുറിയിൽ നിന്ന് ഉച്ചത്തിലുള്ള കരച്ചിലും ചില്ലുകൾ പൊട്ടുന്ന ശബ്ദവും കേട്ടു. നഫ്സ ഓടിച്ചെന്നു. റസിയ വാതിലിൽ മുട്ടിവിളിക്കുന്നുണ്ടായിരുന്നു. മോനെ, വാതിൽ തുറക്ക്, ഒന്നും ചെയ്യല്ലേ, അല്ലാഹുവേ. നഫ്സ റസിയയെ പിടിച്ചുമാറ്റി. അതുവരെ അടക്കിവെച്ച സങ്കടവും ദേഷ്യവും മണപൊട്ടി. എന്താണിവിടെ നടക്കുന്നത്? എന്താണ് നിങ്ങളുടെ മകന്റെ അസുഖം? എന്നോടിതെന്തിനു ചെയ്തു? എന്റെ ഉപ്പയോടും ഉമ്മയോടും നിങ്ങൾ ഈ ചതി എന്തിനു ചെയ്തു? നഫ്സയുടെ ശബ്ദമുയർന്നു. റസിയ പൊട്ടിക്കരഞ്ഞുപോയി. പ്രതാപത്തിന്റെ മുഖമൂടി അഴിഞ്ഞു വീണു. അവിടെ ഒരു നിസ്സഹായയായ ഉമ്മ മാത്രമായി. അവരെല്ലാം പറഞ്ഞു. ഷാഹിദിന്റെ പ്രണയം, സെറയുടെ മരണം, അതിനുശേഷം മകന്റെ മാനസിക നില തെറ്റിയത്. ഡോക്ടർമാർ പറഞ്ഞു, ഒരു കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം വരുമെന്ന്, അവന്റെ ശ്രദ്ധ മാറുമെന്ന്. അതുകൊണ്ടാ മോളെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ തിരികെ വേണമായിരുന്നു. അതിന് നിങ്ങൾ എന്റെ ജീവിതം വെച്ചാണോ കളിച്ചത്? നഫ്സ തകർന്നു പോയിരുന്നു. മോളെ, ഞങ്ങളെ ഉപേക്ഷിച്ചു പോവല്ലേ.
റസിയ അവരുടെ കാലിൽ വീണു. "എന്റെ മകനെ രക്ഷിക്കാൻ മോൾക്കേ കഴിയൂ. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാം. എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട." നഫ്സ തന്റെ മുറിയിലേക്ക് ഓടി. വാതിലടച്ച് അവൾ നിലത്തിരുന്ന് കരഞ്ഞു. ആദ്യമായി അവൾ ആ തറവാട്ടിൽ നിന്ന് ഉറക്കെ കരഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നഫ്സ സ്വന്തം വീട്ടിലേക്ക് പോയി. റസിയ തന്നെ കാറിൽ ഡ്രൈവറെ വിട്ടയച്ചതാണ്. ഓലക്കുടിലിന്റെ മുറ്റത്ത് അവൾ കാർ ഇറങ്ങുന്നത് കണ്ടപ്പോൾ കരീമിന്റെയും ആമിനയുടെയും മുഖം തെളിഞ്ഞു. മകൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് അവർ സമാധാനിച്ചു. അവൾ കൊടുത്ത പണം കൊണ്ട് ഉപ്പയുടെ നല്ല ചികിത്സ തുടങ്ങിയിരുന്നു. ചുമ കുറഞ്ഞിട്ടുണ്ട്. അനിയത്തി സഫിയുടെ മുഖത്തുപോലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പുതിയ ഉടുപ്പുകൾ അവൾക്ക് കിട്ടിയിരുന്നു. "എന്താ മോടെ മുഖത്തൊരു വാട്ടം? ഷാഹിദ് മോൻ എന്തു പറയുന്നു?" ആമിന ചോദിച്ചു. നഫ്സയ്ക്ക് സത്യം പറയാൻ കഴിഞ്ഞില്ല. താൻ അനുഭവിക്കുന്ന വേദന അറിഞ്ഞാൽ ഒരുപക്ഷെ ഉപ്പ ഈ നിമിഷം തളർന്നു പോകും. താൻ കരഞ്ഞാൽ തന്റെ കുടുംബം തകരും. തന്റെ സങ്കടം ഇവിടുത്തെ സന്തോഷത്തെ ഇല്ലാതാക്കും. "ഒന്നുമില്ലമ്മ, യാത്ര ചെയ്ത ക്ഷീണം കൊണ്ടാ." അവൾ ചിരിക്കാൻ ശ്രമിച്ചു. "ഇക്കാക്കി തിരക്കാണ്, പിന്നെ വരാമെന്ന് പറഞ്ഞു." അന്ന് രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ ജീവിതം ഇവിടെ അവസാനിച്ചോ? തനിക്കിനി സ്വപ്നങ്ങളില്ലേ? താൻ ഈ കുടുംബത്തിന്റെ സന്തോഷത്തിനു വേണ്ടി ബലിയാടാകണോ? പിറ്റേന്ന് വൈകുന്നേരം അവൾ പതിവ് പോലെ കടൽത്തീരത്തേക്ക് നടന്നു. അസ്തമയം നോക്കി അവൾ നിന്നു. തിരകൾ അവളുടെ കാൽക്കീഴിൽ നിന്ന് മണ്ണൊഴുക്കിക്കൊണ്ടുപോയി. അവളുടെ മനസ്സിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്ന്, എല്ലാം ഉപേക്ഷിച്ച് ഈ കുടുംബത്തേക്ക് മടങ്ങിവരിക. ഷാഹിദിനെ ഉപേക്ഷിക്കുക. പക്ഷെ അത് തന്റെ കുടുംബത്തെ വീണ്ടും പട്ടിണിയിലാക്കും. ഉപ്പയുടെ ചികിത്സ മുടങ്ങും. 2, ആ തറവാട്ടിലേക്ക് മടങ്ങുക. ഒരു രോഗിയുടെ നിഴലായി, തിരിച്ചറിയപ്പെടാത്ത ഭാര്യയായി ജീവിക്കുക. അവൾ ഷാഹിദിനെക്കുറിച്ചോർത്തു. തന്നെപ്പോലെ തന്നെ വഞ്ചിക്കപ്പെട്ടവനാണ് അവനും. അവന്റെ പ്രണയം അവന് നഷ്ടപ്പെട്ടു. അവൻ ആഗ്രഹിക്കാതെയാണ് ഈ അവസ്ഥയിലായത്. അവനൊരു രോഗിയാണ്. റസിയ എന്ന ഉമ്മ മകനെ രക്ഷിക്കാൻ ചെയ്ത ഒരു തെറ്റാണ്. ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വിധിക്കപ്പെട്ടവളാണോ താൻ? അല്ല. നിസ്സഹായനായൊരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരുപക്ഷെ തനിക്ക് കഴിഞ്ഞെങ്കിലോ? തന്നെ ചതിച്ചവരോട് ക്ഷമിക്കാൻ വലിയ മനസ്സ് വേണം. ആ ക്ഷമ തനിക്കുണ്ടാകണം. അവളുടെ മനസ്സിൽ ഒരു പുതിയ തീരുമാനം ഉറച്ചു. അവൾ തിരിച്ചുപോകും. ഒരു ഭാര്യയായിട്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ട് മുറിവുണക്കാൻ കഴിവുള്ള ഒരുവളായി. പണത്തിനു വേണ്ടിയല്ല, മറിച്ച് തകർന്നുപോയ ഒരു മനുഷ്യനു വേണ്ടിയുള്ള ദൗത്യമായി അവൾ അതിനെ കണ്ടു. സൂര്യാസ്തമയത്തിന്റെ അവസാന വെളിച്ചത്തിൽ അവളുടെ മുഖം ദൃഢനിശ്ചയം കൊണ്ട് തിളങ്ങി. അവൾ കാറിനടുത്തേക്ക് നടന്നു. നഫ്സ ഷാഹിദ് മൻസിലിലേക്ക് തിരികെ വന്നപ്പോൾ റസിയയുടെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു. അവർ ഭയന്നിരുന്നു അവൾ തിരികെ വരില്ലെന്ന്. "മോൾ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഉമ്മ. ഇതെന്റെയും വീടല്ലേ?" നഫ്സ ശാന്തമായി പറഞ്ഞു. ആ സ്വരത്തിൽ ഒരു പുതിയ ധൈര്യമുണ്ടായിരുന്നു. അവൾ ഷാഹിദിന്റെ മുറിയിലേക്ക് പോയി. അവൻ അപ്പോഴും ജനലിനപ്പുറത്തെ ലോകത്തായിരുന്നു. അവൾ അവനെ നിർബന്ധിച്ചില്ല, ശകാരിച്ചുമില്ല. അവൾ ആ മുറി വൃത്തിയാക്കി. കനത്ത കർട്ടനുകൾ മാറ്റി. മുറിയിൽ വെളിച്ചം നിറച്ചു. പൊടിപടലങ്ങൾ തുടച്ചുമാറ്റി. അവൻ ആദ്യം ദേഷ്യപ്പെട്ടു. "എന്തിനാ ലൈറ്റിട്ടത്? പോകൂ, എന്നെ തനിച്ചുവിടൂ." അവൾ പോയില്ല. "സാരമില്ല, ഞാനിവിടെ ഇരുന്നോലാം," അവൾ പറഞ്ഞു. അവൾ ആ മുറിയുടെ ഒരു കോണിലിരുന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി. "ഇന്ന് കടലിൽ നല്ല തിരയുണ്ടായിരുന്നു. എന്റെ കുടിലിന്റെ മുറ്റത്ത് ഒരുപാട് ശംഖുകൾ വന്നു നിറഞ്ഞു. എന്റെ അനിയത്തി സഫിയ." അവൾ തന്റെ ജീവിതം പറഞ്ഞു. കടൽത്തീരത്തെ കഥകൾ പറഞ്ഞു. ഉപ്പയുടെ ചുമയെക്കുറിച്ച്, ഉമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്. പുസ്തകങ്ങൾ ഉറക്കെ വായിച്ചു. അവൻ പ്രതികരിച്ചില്ല. ആഴ്ചകളോളം ഇത് തുടർന്നു. അവൾ എന്നും രാവിലെ വരും, അവനോട് സംസാരിക്കും, ഭക്ഷണം കൊണ്ടുവന്ന് വയ്ക്കും, രാത്രി തിരികെ പോകും. അവൾ അവനെ സ്നേഹത്തോടെ പരിചരിച്ചു. മാസങ്ങൾ കടന്നുപോയി. നഫ്സയുടെ ക്ഷമ തളർന്നില്ല. അവൾ ആ വീട്ടിന്റെ ഭാഗമായി, ഷാഹിദിന്റെ മുറിയുടെ ഭാഗമായി. ഒരു ദിവസം അവളെ പതിവ് പോലെ ചായ കൊണ്ടുവന്ന് വെച്ചു. "ഇന്ന് ഞാൻ കടപ്പുറത്ത് പോയപ്പോൾ," അവൾ പറയാൻ തുടങ്ങി. "നിർത്തൂ." അവൻ ആദ്യമായി അവളോട് ദേഷ്യപ്പെട്ടു. "എപ്പോഴും കടലിന്റെ കഥ മാത്രം. എനിക്ക് കേൾക്കണ്ട." അവൾ നിർത്തി. അവൾ ചിരിച്ചു. ആദ്യമായി അവൻ താൻ പറഞ്ഞൊന്നിനോട് പ്രതികരിച്ചിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ ചായക്കപ്പെടുത്ത് ചുണ്ടോട് ചേർത്തു. നഫ്സ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവൻ അവളെ നോക്കി. ആ നോട്ടം പതിവില്ലാത്തതായിരുന്നു. അതിൽ ശൂന്യതയല്ല, ജിജ്ഞാസയായിരുന്നു. നീ ആരാണ്? എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്?" അവൻ ചോദിച്ചു. നഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. "ഞാൻ നഫ്സ, നിങ്ങളുടെ ഭാര്യ." അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ അന്ന് രാത്രി അവൻ സമാധാനമായി ഉറങ്ങി. തറവാട്ടിൽ ആദ്യമായി ഒരു സന്തോഷത്തിന്റെ കാറ്റുവീശി. റസിയ ഓടിച്ചെന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഷാഹിദ് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ദേഷ്യത്തോടെ, പിന്നെ സങ്കടത്തോടെ. അവൻ സെറയെക്കുറിച്ച് പറഞ്ഞു. തന്റെ പ്രണയം, തന്റെ കുറ്റബോധം, എല്ലാം. നഫ്സി ഒരു നല്ല കേൾവിക്കാരിയായി എല്ലാം കേട്ടിരുന്നു. അവൾ അവരെ കുറ്റപ്പെടുത്തിയില്ല, വിധിച്ചുമില്ല.
അതൊരു അപകടമായിരുന്നില്ലേ? നിങ്ങൾ കാരണമല്ലല്ലോ അവൾ പോയത്. ഭൂതകാലത്തിൽ ജീവിക്കാതെ ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് നോക്കൂ ഇക്ക. സെറ നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ തകർന്നു കാണാൻ അവരാഗ്രഹിക്കില്ല. അവൾ അവന്റെ കൈപിടിച്ച് മുറി തുറന്ന് പുറത്തെ വരാന്തയിലേക്ക് കൊണ്ടുപോയി. പുറത്ത് നല്ല കാറ്റുണ്ട്. വാ, ഈ ഇരുട്ടിൽ നിന്ന് പുറത്തിറങ്ങൂ. ആദ്യം അവൻ മടിച്ചു. പക്ഷെ അവളുടെ കൈകളിലെ വിശ്വാസം അവന് ധൈര്യം നൽകി. വർഷങ്ങൾക്ക് ശേഷം അവൻ ആ തറവാടിന്റെ പൂന്തോട്ടത്തിൽ കാലുകുത്തി. സൂര്യപ്രകാശം അവന്റെ മുഖത്ത് തട്ടിയപ്പോൾ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഷാഹിദ് മാറുകയായിരുന്നു. അവൻ മുറിക്ക് പുറത്തിറങ്ങി. വീട്ടുകാരോട് സംസാരിച്ചു. റസിയയോട് ചിരിച്ചു. അവനെ ഡോക്ടറെ കാണിക്കാൻ നഫ്സ തന്നെ മുൻകൈയെടുത്തു. മരുന്നുകൾക്കൊപ്പം അവളുടെ സ്നേഹവും പരിചരണവും അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അവന്റെ ഉണങ്ങിയ റോസാപ്പൂവും ഫോട്ടോയും നഫ്സ ആ ഡയറിയിൽ ഭദ്രമായി തിരിച്ചുവച്ചു. ഇതൊരു ഓർമ്മയാണ്. ഓർമ്മകൾ നമ്മെ തളർത്താനല്ല, ജീവിക്കാൻ പ്രേരിപ്പിക്കാനാണ്, അവൾ പറഞ്ഞു. അവൻ ആ ഡയറി അലമാരയിൽ പൂട്ടിവെച്ചു. ഭൂതകാലത്തിന്റെ വാതിൽ അവൻ തന്നെ അടച്ചു. റസിയ ഒരു ദിവസം നഫ്സയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നീ എന്റെ മകന് ജീവിതം തിരിച്ചു തന്നു. നീ എന്റെ മകളാണ്. എന്നോട് ക്ഷമിക്കണം മോളെ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല. കഴിഞ്ഞത് കഴിഞ്ഞു ഉമ്മ. നമുക്കിനി നാളെക്കുറിച്ച് ചിന്തിക്കാം. നഫ്സ അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെയിരിക്കെയാണ് നഫ്സയുടെ വീട്ടിൽ നിന്ന് സഫിയുടെ കത്ത് വരുന്നത്. അവൾക്കിപ്പോൾ അക്ഷരം എഴുതാനും വായിക്കാനും അറിയാം. നഫ്സ ഏർപ്പാടാക്കിയതായിരുന്നു. ചേച്ചി, എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ പാവപ്പെട്ടവനാണ്, ഒരു മീൻകാരനാണ്, പക്ഷെ നല്ലവനാണ്. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നെ കെട്ടിച്ചുവിടാൻ പണമില്ലാത്തതുകൊണ്ട് മടിയാണ്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? നഫ്സ ഇത് വായിക്കുന്നത് ഷാഹിദ് കേട്ടു. അവനിപ്പോൾ പഴയ ഷാഹിദല്ല. അവൻ ചിരിക്കാൻ പഠിച്ചിരുന്നു, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പഠിച്ചിരുന്നു. അവൻ അവളുടെ തോളിൽ കൈവച്ചു. നമുക്ക് സഫിയയുടെ കല്യാണം നടത്തണം, ഗംഭീരമായി തന്നെ. നഫ്സ അവിശ്വസനീയതയോടെ അവനെ നോക്കി. ഒരനിയത്തിയുടെ ഉത്തരവാദിത്വം എനിക്കുമില്ലേ? അവൻ പുഞ്ചിരിച്ചു. ആദ്യമായി നഫ്സയ്ക്കു വേണ്ടി മാത്രം വിരിഞ്ഞ പുഞ്ചിരി. തന്റെ ഭർത്താവ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് സന്തോഷം അടക്കാനായില്ല. കഥയുടെ ക്ലൈമാക്സ് അതായിരുന്നു. ഷാഹിദ് ആദ്യമായി നഫ്സയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അതും സ്വന്തം ഇഷ്ടപ്രകാരം. ഞാനും വരുന്നുണ്ട്. സഫിയുടെ കല്യാണക്കാരും എനിക്ക് നിന്റെ ഒപ്പയോടും ഉമ്മയോടും നേരിട്ട് സംസാരിക്കണം. അവൻ തന്നെ മുൻകൈയെടുത്ത് സഫിയുടെ വിവാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. സ്വർണവും പണവും വസ്ത്രവും കാറിൽ നിറച്ചു. റസിയ സന്തോഷത്തോടെ അവരെ യാത്രയാക്കി, തന്റെ മകനെയും മരുമകളെയും. ഓലക്കുടിലിന്റെ മുറ്റത്ത് ആ വില കൂടിയ കാർ വീണ്ടും വന്നു നിന്നു. പക്ഷേ ഇത്തവണ അതിൽ നിന്നിറങ്ങിയത് ശൂന്യമായ കണ്ണുകളുള്ള ഷാഹിദായിരുന്നില്ല. നഫ്സയുടെ കൈപിടിച്ച് പുഞ്ചിരിയോടെ ഇറങ്ങിവരുന്ന ഷാഹിദിനെയാണ് കരീമും ആമിനയും കണ്ടത്. അവർ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും നിന്നു. ഉപ്പ! ഷാഹിദ് കരീമിന്റെ അടുത്തേക്ക് ചെന്നു. ക്ഷീണിതനായ ആ മനുഷ്യന്റെ കൈകൾ അവൻ തന്റെ കൈകളിലെടുത്തു. അസുഖമൊക്കെ കുറഞ്ഞല്ലോ അല്ലേ? കരീം സന്തോഷം കൊണ്ട് നിറഞ്ഞു. സഫിയുടെ കല്യാണം നമ്മൾ ഒരുമിച്ച് നടത്തും. ഒന്നിനും ഒരു കുറവും വരരുത്. നഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആമിനയെ കെട്ടിപ്പിടിച്ചു. സഫിയ ഓടിവന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. കടൽക്കാറ്റ് അവരെ തഴകിപ്പോയി. അന്ന് ആ കാറ്റിന് ഉപ്പുരസമല്ല, സ്നേഹത്തിന്റെ മധുരമായിരുന്നു. ഭൂതകാലത്തിന്റെ തടവറയിൽ നിന്ന് ഷാഹിദ് മോചിതനായിരുന്നു. നിരുപലാധികമായ സ്നേഹം കൊണ്ട്, ക്ഷമ കൊണ്ട് നഫ്സയൊരു ജീവിതം തിരികെ വിളിച്ചിരിക്കുന്നു. അവൾ അവന്റെ സേറയായിരുന്നില്ല, അവൾ അവന്റെ നഫ്സയായിരുന്നു, അവന്റെ ജീവിതം.